ഹലോ, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കാർക്കും ഒരു കാരണവശാലും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു സാധ്യതയില്ലാത്ത നല്ല അസലൊരു മുട്ടക്കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറാണിതിന്, പ്രത്യേക മസാലകളുമാണ്. ഇത് എല്ലാ പലഹാരങ്ങളുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഈ പറയുന്ന അളവനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മുട്ട പുഴുങ്ങിയതിനുള്ള ഗ്രേവി ഉണ്ട് ഇതേ. ഇനി നമുക്ക് പിതുക്ക മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാമേ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കറിക്ക് കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത് കേട്ടോ. വഴറ്റാൻ ആവശ്യത്തിന് ഞാൻ 4 സാമാന്യം നല്ല വലുപ്പമുള്ള 4 സവാള ഉള്ളിയാണ് കൊച്ചായിട്ട് കുത്തിയരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലോട്ട് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തയുള്ള റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടും, പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഹൈപ്പ് ചെയ്യാനും കൂടെ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ ഉള്ളി ചോപ്പറിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൊത്തിയരിഞ്ഞുകൊണ്ടിരിക്കാൻ മെനക്കേടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിയുമ്പം തന്നെ കുറേ കൂടി അതിൻ്റെ വിട്ട് കുറച്ചിട്ട് വളരെ ഘനം കുറച്ച് അരിഞ്ഞാലും മതിയാവും കേട്ടോ. ഈ ഒരു പരുവം വരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. വഴറ്റിയാൽ പോരാ, ആ ഓരോ ഉള്ളിയുടെയും സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്ന് തുടങ്ങുന്നത് വരെ നമ്മൾ അത് വഴറ്റിയാലേ അതിന് ശരിയായിട്ടുള്ളൊരു സ്വാദ് കിട്ടുള്ളൂ കേട്ടോ. ഉള്ളി ഇത്രയും ആക്കി എടുക്കുന്നത് വരെയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. 4 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചെറുതായിട്ട് മുറിച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം അങ്ങ് വഴറ്റുകയൊന്നും വേണ്ട. അതൊന്ന് ഒതുങ്ങിയാൽ മാത്രം മതി. അങ്ങനെ വലിയ പീസസായിട്ട് കിടക്കുന്നില്ലേ, അതൊന്ന് ഇപ്പം കണ്ടില്ലേ, ഒരു പകുതിയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഇപ്പം ചേർത്തത് കുരുമുളക് പൊടിയാണ്. 2 ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ആ പൊടിയുടെയൊക്കെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതിയാവുമേ. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നല്ല ഒരു പിടി മല്ലിയില, അതായത് കപ്പളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4-5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വലിപ്പമുള്ള ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് വെള്ളത്തിൽ ഒരു 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ഒരു 10 ഹോളായിട്ടുള്ള കാഷ്യൂ നട്ട്സ്, അല്ല സ്പ്ലിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 20-25 എണ്ണം കൂടെ ചേർത്തിട്ട് നല്ല മയമായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണേ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത്. ഇപ്പോൾ ആ മിക്സി ജാറിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഇനിയും അതിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. മല്ലിയില, പച്ചമുളക് എല്ലാം കൂടെ അരയ്ക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ടേസ്റ്റ് വരുമ്പോൾ ഒന്നും നിങ്ങൾക്ക് പേടി തോന്നുകയേ വേണ്ട. ഈ നിറം കണ്ടിട്ടും പേടിക്കണ്ട. ഈ ഒരു കളറായിരിക്കത്തില്ല ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും. ശരിക്കും ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ പോകില്ല. ഒരുമാതിരി സാധാരണ മുട്ടക്കറികളുടെ ഒരു ടേസ്റ്റ് അല്ല, ഇതൊരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നെ ഒന്ന് അറിയിക്കാൻ വേണേ. ഇപ്പം വേണ്ട നമ്മുടെ ആ ഒരു അരപ്പൊക്കെ വഴന്ന് നന്നായിട്ട് തിളച്ച് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിലോട്ട് 1.5 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ചാറിനുമൊക്കെ കൂടെ ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചേർക്കുന്നത് ഈ കറിക്ക് വളരെ സ്പെഷ്യൽ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ടൊമാറ്റോ സോസ്. അതൊരു 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് മുറിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോളായിട്ട് തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകൾ വശം ഒരു 4-5 ഭാഗത്തൊന്ന് പോറിക്കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ. ചാറ് ആവശ്യത്തിന് കുറുകുമ്പോഴത്തേക്ക് നമുക്ക് എന്തുമാത്രം ചാറ് വേണമെന്ന് ഓരോ വീട്ടിലും ഓരോ രീതിയല്ലേ. ഇവിടെ അത്യാവശ്യം ഒരു ഇച്ചിരി ചാറ് വേണം. എന്നാലും ഇതൊരിച്ചിരി നന്നായിട്ടൊന്ന് വറ്റുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള സ്വാദ് അറിയുന്നത് കേട്ടോ. എനിക്ക് അടുത്ത കാലത്ത് ഉണ്ടാക്കിയ മുട്ടക്കറികളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കറിയാണ്. അങ്ങനെ മല്ലിയിലയും ഒരു ഇച്ചിരി ടൊമാറ്റോയും കറിവേപ്പിലയും ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്